ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. മക്കളെ എല്ലാവരും റെഡി ആണല്ലോ? ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് മക്കളെ നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്. മക്കളെ റെഡി അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോയാലോ മക്കളെ? ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തിയിട്ട് പാർട്ട് 4 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക, കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാം. ഓക്കെ അല്ലേ? ദാ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെയുള്ള ഒരു സെക്ഷൻ മക്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നിടത്ത് മക്കൾ നിങ്ങളുടെ പേരുകൾ തെറ്റാതെ എഴുതുക. നെയിം ഓഫ് സ്കൂൾ എന്നുള്ളത് മക്കൾ നിങ്ങളുടെ സ്കൂളിന്റെ പേര് കൃത്യമായിട്ട് എഴുതുക. ഡിവിഷൻ എന്നുള്ളത് മക്കളുടെ ക്ലാസ് ഡിവിഷനും. ഓക്കെ അല്ല മക്കളെ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നോക്കിക്കേ, വാട്ട് ഡസ് ദ മങ്കി സേ? എന്താ മക്കളെ പ്രവർത്തനത്തിന്റെ പേര്? വാട്ട് ഡസ് ദ മങ്കി സേ? നോക്കിക്കേ മക്കളെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് മക്കൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഹോങ് ഹോങ് ടൂത്ത് ടൂത്ത് എന്ന് പറയുന്ന 1ാമത്തെ യൂണിറ്റ് കൃത്യമായിട്ട് മക്കൾ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രവർത്തനത്തിന് മക്കൾക്ക് 5 മാർക്ക്, അതായത് A ഗ്രേഡ് മേടിക്കാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. അവിടെ അവർ തമ്മിലുള്ള സംഭാഷണം പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോ മക്കളെ, നമ്മുടെ ബ്ലൂ ബസ്സിനും റെഡ് കാറിനും ഒക്കെ എന്തായിരുന്നു സംഭവിച്ചത് മക്കൾക്ക് ഓർമ്മയില്ലേ? അവർ രണ്ടുപേരും റോഡിലോട്ട് പോകുന്ന സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴി കൊടുത്തിട്ടില്ലായിരുന്നു അല്ലേ? അവസാനം എന്താ സംഭവിച്ചത്? അവർ രണ്ടുപേരും മുന്നോട്ട് കുതിക്കുകയും അവർ തമ്മിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ? തമ്മിൽ ക്ലാഷ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ക്ലാഷ് ആയ സമയത്ത് ബസ്സിന് എന്താ സംഭവിച്ചത്? അവന്റെ ഹോൺ നഷ്ടപ്പെട്ടു പോയി. കാറിന് എന്താ സംഭവിച്ചിട്ടുള്ളത്? അവന്റെ ലൈറ്റ് മിസ്സായി പോയി. കൂട്ടുകാർ ഓർക്കുന്നില്ല ഒരു സ്റ്റോറി? അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ല്ലേ? അപ്പൊ നമ്മുടെ ബസ് കാറിനോട് ഒരു കാര്യം പറഞ്ഞാണ്, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. എന്താ മക്കളെ പറഞ്ഞത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. പറഞ്ഞേ മക്കളെ, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നിന്റെ മിസ്റ്റേക്ക് ആണ്, നിന്റെ തെറ്റാണ് അല്ലേ? നമ്മളിപ്പോ ഇങ്ങനെ കൂട്ടിയിടിക്കാനും നമ്മുടെ ഹോണും ലൈറ്റും ഒക്കെ പോവുക, അതിനൊക്കെ ആരാണ്? നീയാണ്. ഇത് നിന്റെ തെറ്റാണ് എന്ന് ആര് പറയാണ്? നമ്മുടെ ബസ് പറയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ കാറ് വിട്ടുകൊടുത്തോ? ഇല്ല. അവനും പറഞ്ഞു എന്ത്? നോ, അല്ല. എന്താണ്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. എന്താണ്? ഇത് നിന്റെ മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ബസ് എന്താ മക്കളെ പറഞ്ഞത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. റെഡ് കാർ എന്ന് പറഞ്ഞു, നോ, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ അത് കണ്ടിട്ട് അവിടെ നമ്മുടെ പോലീസ് ഓഫീസർ ഉണ്ട്, മങ്കി ഉണ്ട്, പിന്നെ ബാക്കി കുറെ ആനിമൽസ് എല്ലാം ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അപ്പോഴാണ് നമ്മുടെ ബാക്കി ആനിമൽസ് പറയുന്നത്, നോക്കിക്കേ, ഇവിടെ നമ്മുടെ കൗ പറയാണ്, ഇറ്റ് ഈസ് ദ മിസ്റ്റേക്ക് ഓഫ് ദി ബസ്. എന്താ പറഞ്ഞത്? നമ്മുടെ കൗ ബസിന്റെ കാറിന്റെ ഭാഗം ചേർന്ന് നമ്മുടെ ബസ്സിനെ പറയാനല്ലേ, ഇറ്റ് ഈസ് ദി മിസ്റ്റേക്ക് ഓഫ് ദി ബസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് ദ മിസ്റ്റേക്ക് ഓഫ് ദി ബസ്. ഇത് ആരുടെ മിസ്റ്റേക്ക് ആണ്? ആരുടെ തെറ്റാണ്? ബസ്സിന്റെ തെറ്റാണെന്ന് ആര് പറഞ്ഞു? അപ്പൊ നമ്മുടെ മങ്കി എന്തോ ഒരു കാര്യം പറഞ്ഞു. എന്താ മക്കളെ പറഞ്ഞത്? നോ, ഇറ്റ് ഈസ് ദ കാർസ് എന്നേ നമുക്ക് അവിടെ തന്നിട്ടുള്ളൂ. ബാക്കി പോഷൻ മക്കൾ അവിടെ ഫിൽ ചെയ്യണം. മങ്കി എന്താ പറഞ്ഞേ? അല്ല, ഇത് കാറിന്റെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? കാറിന്റെ മിസ്റ്റേക്ക് അല്ലേ മക്കളെ? കാറിന്റെ തെറ്റാണ് അല്ലേ? കൗ എന്ത് ചെയ്യാണ്? ഒരാളുടെ ഭാഗം കൂടി. അപ്പൊ മങ്കി എന്ത് ചെയ്യാണ്? അടുത്ത ആളുടെ ഭാഗം ചേർന്ന് പറയാണല്ലേ? അപ്പൊ മങ്കി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നോ, ഇറ്റ് ഈസ് ദ കാർസ്. ഇവിടെ നമ്മൾ എന്ത് എഴുതണം മക്കളെ? മിസ്റ്റേക്ക്. ആ ഒരു ഒറ്റ വേർഡ് എഴുതിയാൽ മക്കൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ്? ഈ ഒരു പ്രവർത്തനത്തിന് A ഗ്രേഡ്, അതായത് മക്കളെ 5 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ നമ്മൾ എന്ത് എഴുതണം മക്കളെ? കാർസ് എന്നുള്ളത് കഴിഞ്ഞിട്ട് മിസ്റ്റേക്ക് എന്ന് എഴുതണം. സ്പെല്ലിംഗ് പഠിച്ചോ മക്കളെ? എന്താണ്? യാം
ഇനി സ്പെല്ലിംഗ് ഇല്ലെങ്കിൽ ഇതാ നമുക്ക് ഒരുപാട് പ്രാവശ്യം നമ്മുടെ ആ ഒരു കോൺവെർസേഷനിൽ തന്നിട്ടുണ്ട്. അവിടുന്ന് ജസ്റ്റ് നോക്കി മക്കളൊന്ന് ഇങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പൊ അവിടെ എന്താണ് എഴുതേണ്ടത്? നോ ഇറ്റ് ഈസ് ദി കാർസ് മിസ്റ്റേക്ക്. അപ്പൊ മക്കളെ ഇതുപോലുള്ള കോൺവെർസേഷൻ മക്കൾക്ക് വരും. കോൺവെർസേഷൻ ആണല്ലോ, അത്രയും വലുതൊന്നും എഴുതാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട. ഇവിടെ കണ്ട മക്കള് നമുക്ക് ആ ഒറ്റ വേർഡേ നമുക്ക് എഴുതാനുള്ളൂ. അതായത് നമ്മള് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള വേർഡ് ചോദിക്കുള്ളൂ. അതുപോലെ മക്കൾ കോൺവെർസേഷനിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് സോറി എന്ന് മാത്രം എഴുതാനുണ്ടായിരുന്നു. അപ്പൊ ഈ സോറി മിസ്റ്റേക്ക് 2 സ്പെല്ലിംഗ് മക്കളെ അങ്ങ് പഠിച്ചിരുന്നു. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇത്തരത്തിലുള്ള കോൺവെർസേഷൻ വരും. അപ്പൊ സോറിയുടെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ SORRY, സോറി. സോറി എന്ന് പറഞ്ഞാൽ മക്കളെ ക്ഷമ ചോദിക്കുകയാണല്ലേ, മാപ്പ് ചോദിക്കുകയാണ്. മിസ്റ്റേക്ക് സ്പെല്ലിംഗ് പറഞ്ഞ MISTAKE, മിസ്റ്റേക്ക്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, എഴുതി തന്നെ പഠിക്കണോട്ടോ മക്കളെ. നോക്കിക്കേ, ഇനി നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റിയിലോട്ട് പോവാം. കളർ ആൻഡ് മാച്ച് എന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ മക്കളെ, എഴുതാനൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഡ്രോ ചെയ്യാനേ ഉള്ളൂ. ലുക്ക് അറ്റ് ദി ഫോളോയിങ് ടേബിൾ, റീഡ് ആൻഡ് കളർ ദി പിക്ചേഴ്സ് സ്യൂട്ടബിളി, ഡ്രോ എ ലൈൻ ആൻഡ് ജോയിൻ ദം. ഇവിടെ നോക്കിക്കേ മക്കളെ, ഈ സ്ഥലത്ത് നമുക്ക് കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് പിക്ചേഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ ഓരോ സെന്റൻസും വായിച്ചു നോക്കുക. അതിനനുസരിച്ച് ആ പിക്ചേഴ്സിന് കളർ ചെയ്തതിനു ശേഷം ആ സെന്റൻസുകൾക്ക് മാച്ച് ആയിട്ടുള്ള പിക്ചർ ഏതാണോ കണ്ടെത്തിയിട്ട് അതിലേക്ക് മാച്ച് ചെയ്ത് വരയ്ക്കാനാണ്. ഫസ്റ്റ് വൺ എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? എ ഗ്രീൻ മാംഗോ എന്നാണ് പറഞ്ഞത്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ കളറ്? പറഞ്ഞേ, ഏതാണ്? പച്ച നിറാണ് അല്ലെ. ആർക്കാണ് ഗ്രീൻ കളർ കൊടുക്കേണ്ടത്? മാംഗോയാണ്. ഇവിടെ മക്കളെ മാംഗോ, ഇതാണ് മാംഗോ. അപ്പൊ നിങ്ങള് ആ സെന്റൻസ് വായിക്കുക, അതിന്റെ ഇമേജ്, അതുമായി ബന്ധപ്പെട്ട ഇമേജ് ഏതാ നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് കളർ കൊടുക്കുക. നമ്മളോട് ഏതാ പറഞ്ഞിട്ടുള്ളത്? ഗ്രീൻ അല്ലേ പറഞ്ഞിട്ടുള്ളത് മക്കളെ. അപ്പൊ ഗ്രീൻ സെലക്ട് ചെയ്തു. നമുക്ക് മാംഗോയ്ക്കാണ് ഗ്രീൻ കളർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ മാംഗോയ്ക്ക് എന്ത് ചെയ്യാ? ഗ്രീൻ കളർ കൊടുക്കുക. ഓക്കെ, നിർബന്ധമായിട്ട് മക്കള് കളർ പെൻസിൽ കയ്യിൽ കൊണ്ടുപോകണേ. മിസ് എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, കളർ പെൻസിൽ ക്രയോൺസ് കൊണ്ടുപോവാ. ദെൻ അടുത്തത് എന്താ മക്കളെ? എ റെഡ് ബസ് എന്നാ പറഞ്ഞത്. ഇവിടെ ബസ് എവിടെയുള്ളത് മക്കളെ? ഇതാണ്. റെഡ് എന്ന് പറഞ്ഞാൽ ഏതാ കളറ്? നല്ല ചുവപ്പ് നിറമാണ്. അപ്പൊ ബസ്സിന് എന്ത് കളർ കൊടുക്കണം? റെഡ് കളർ കൊടുക്കണം. സിമ്പിൾ അല്ലേ മക്കളെ? അപ്പൊ ഗ്രീൻ മാംഗോ നമ്മൾ ആദ്യം ചെയ്തു. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? റെഡ് ബസ്സിന് നമ്മൾ കളർ ചെയ്യാണ് അല്ലേ? ഓക്കെ അല്ല മക്കളെ? ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പക്ഷെ കൂട്ടുകാർ ആ സെന്റൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച നിറമാണെന്നും, റെഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറമാണെന്നും, ബ്ലൂ എന്ന് പറഞ്ഞാൽ നീല നിറമാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മക്കൾക്ക് അറിയെങ്കിലേ ഈ ക്വസ്റ്റ്യന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുള്ളേ. ഇതിന് അടുത്ത നോക്കിക്കേ മക്കളെ, എ ബ്ലാക്ക് എലഫന്റ്. എന്താ പറഞ്ഞത്? എ ബ്ലാക്ക് എലഫന്റ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? കറുപ്പാണ്. അപ്പൊ ആനയ്ക്ക് എന്ത് കളർ കൊടുക്കണം മക്കളെ? ആനയ്ക്ക് ബ്ലാക്ക് കളർ കൊടുക്കണം അല്ലെ, കറുപ്പ് കളർ കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ആനയുടെ ചിത്രത്തിൽ എന്ത് ചെയ്യാം മക്കളെ? ബ്ലാക്ക് കളർ കൊടുക്കണം. മിസ് ജസ്റ്റ് അവിടെ ഒന്ന് കാണാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. തരാം. മക്കൾ നല്ല ഭംഗിയിൽ കൊടുക്കുക കേട്ടോ. മിസ് ഈ ഒരു കളർ യൂസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ട് മിസ്സിന് അവിടെ ചെയ്തു തരാനായിട്ട് സാധിക്കില്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? നല്ല ഭംഗിയിൽ കളർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ല മക്കളെ? മിസ് ജസ്റ്റ് ഒന്ന് അവിടെ കൊടുത്തു എന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, എ ബ്ലൂ ജീപ്പ് അല്ലെ. ജീപ്പിന് ഏത് കളർ കൊടുക്കണം? ബ്ലൂ കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്ലൂ ജീപ്പാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ? ബ്ലൂ കളർ സെലക്ട് ചെയ്തതിനു ശേഷം ജീപ്പിന് ഏത് കളർ കൊടുക്കണം? ബ്ലൂ കളർ നല്ല ഭംഗിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മിസ് കൊടുത്ത പോലെ ഒന്നും കൊടുക്കരുതേ മക്കളെ. നല്ല ഭംഗിയിൽ കൊടുത്താലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ജീപ്പിന് ബ്ലൂ കളർ കൊടുത്തു. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് മക്കളെ? ഓരോ പിക്ചറും അതിന് കറക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ടുള്ള ആ ഒരു സെന്റൻസിലേക്ക് മാച്ച് ചെയ്യാൻ പറഞ്ഞില്ലേ? ആദ്യത്തേത് എന്താ? നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാല്ലേ. എ ഗ്രീൻ മാംഗോ ഏതാണ്? ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അവിടോട്ട് വരച്ചു ചേർക്കുക. അടുത്തത് എ റെഡ് ബസ്സാണ്. ഏതാ മക്കളെ വരിക? ഇതാണ്. നമ്മൾ അങ്ങോട്ട് വരച്ചു. ദെൻ എന്താണ് മക്കളെ? എ ബ്ലാക്ക് എലഫന്റ് ആണ്. അത് നമ്മൾ ഇങ്ങോട്ട് വരച്ചു. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? എ ബ്ലൂ ജീപ്പ് ആണ്. അത് നമ്മൾ ഇവിടോട്ട് വരച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ മക്കള് പ്രത്യേകം പഠിക്കേണ്ടത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച നിറം, റെഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം, ബ്ലൂ എന്ന് പറഞ്ഞാൽ നീല നിറം, ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? കറുപ്പ് നിറം. ദെൻ യെല്ലോ കളർ ഏതാ മക്കളെ?
മഞ്ഞ നിറത്തിനാണ് യെല്ലോ കളർ. അപ്പൊ എന്ത് ചെയ്യുക, ഒരു 5 കളേഴ്സ്, മിസ് ഇപ്പം പറഞ്ഞിട്ടുള്ള 5 കളേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കളേഴ്സ് നിർബന്ധമായിട്ടും മക്കള് പഠിക്കുക. പിന്നെ കോൺവെർസേഷനിൽ മിസ് പറഞ്ഞു മിസ്റ്റേക്ക്, അതുപോലെ സോറി തുടങ്ങിയിട്ടുള്ള വേർഡ്സ് ഒക്കെ കൃത്യമായിട്ട് സ്പെല്ലിങ്ങുകൾ മക്കള് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആ ഒരു വേർഡ് മാത്രമേ നമുക്ക് കോൺവെർസേഷനിലൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ മക്കൾ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കുക. സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് എക്സാം ഒരിക്കൽ കൂടി അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.